108 ശിവക്ഷേത്രങ്ങളിലൂടെയുള്ള നമ്മളുടെ ശിവോഹം എന്ന യാത്ര മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. കുതിരാൻ തുരങ്കവും കടന്ന് ഇക്കരയ്ക്കെത്തുമ്പോൾ പാലക്കാട് നമ്മളെ മറ്റൊരു ഭാവത്തിൽ സ്വാഗതം ചെയ്യുക തന്നെയാണ്. 5 മൂർത്തികൾ നിലകൊള്ളുന്നൊരു ക്ഷേത്രഭൂമിയിലേക്കാണ് ഇന്ന് നമ്മൾ ശിവോഹത്തിൻ്റെ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എത്തുന്നത്. 5 മൂർത്തി മംഗളമരുളുന്ന പ്രദേശം, 5 മൂർത്തി മംഗലം. അഞ്ച് മൂർത്തികൾ കുടികൊള്ളുന്നത് കൊണ്ടാണോ 5 മൂർത്തി മംഗലം എന്ന് വിശേഷിപ്പിക്കുന്നത്? അതോ ഒറ്റമൂർത്തിക്ക് തന്നെ 5 മൂർത്തികളുടെ ഗുണമുണ്ടോ? വിശദമായി നമുക്ക് അകത്ത് ചെന്ന് ഓരോ കാഴ്ചകളിലൂടെ മനസ്സിലാക്കാം. 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി മംഗലം മഹാദേവൻ, മംഗലത്തെ മഹാദേവൻ വരുന്നത് എങ്ങനെ എന്നുള്ളത് വിശദമായി മനസ്സിലാക്കണമെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ ഐതിഹ്യവും ചരിത്രവും വിശദമായി തന്നെ അറിയേണ്ടതുണ്ട്.